പറഞ്ഞോ. പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അങ്ങനെ നിലപാടുണ്ടെങ്കിൽ പ്രകടന പത്രികയിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയണം. ശരി. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് എത്തി. ന്യൂനപക്ഷത്തിന്റെ വിഷയം. പ്രകടന പത്രികയിൽ കോൺഗ്രസ് എന്തുകൊണ്ട് പൗരത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല? നിയമവിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ എല്ലാ നിയമങ്ങളും കടലിലെറിയുമെന്ന് വളരെ കൃത്യമായി ആ മാനിഫെസ്റ്റോ പറയുന്നുണ്ട്. വായിച്ചു നോക്കണം മിസ്റ്റർ. പിന്നെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രതിഷേധക്കാർക്കെതിരെ ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ട് കേരള സർക്കാരാണ് പൗരത്വ ബില്ലിനെതിരെ നിയമം പാസാക്കിയ സർക്കാരാണ്. സമരം നടത്തുമ്പോൾ ജനാധിപത്യപരമായ സമരങ്ങൾക്കെതിരെ ജനാധിപത്യ വിരുദ്ധമായി സമരം നടത്തി അറസ്റ്റ് ചെയ്യേണ്ടത്. ജനാധിപത്യ വിരുദ്ധമായി നിയമത്തിന് വിരുദ്ധമായി സമരം ചെയ്ത ആരായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ജനാധിപത്യ വിരുദ്ധമായ സമരവും ചെയ്തിട്ടില്ല. ഞാനൊരു ജനാധിപത്യ വിരുദ്ധമായ സമരം ചെയ്തിട്ടില്ല. ഞാൻ ഭരണഘടനയെ കുറിച്ച് അറിയാത്ത അംഗത്വമുള്ള സജി ചെറിയാൻ ആദ്യം പോയി ഭരണഘടന പഠിച്ചിട്ട് വാ. ഇപ്പൊ ഒരു കാര്യം ഞാൻ ഇവിടെ പ്രസിഡന്റ് സാറോട് ചോദിച്ചു. പൗരത്വ ഭേദഗതിക്കെതിരെ എന്തുകൊണ്ടാണ് ഒരക്ഷരം ഞാൻ ചോദിച്ചതിന് ഉത്തരം ഇപ്പോഴും കിട്ടിയില്ല. കേരളത്തെ കുറിച്ച് ചോദിച്ചപ്പോ കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡിവൈഎഫ്ഐയുടെ ചേട്ടന്മാരെ, സെക്രട്ടേറിയറ്റ് തൊട്ടടുത്തല്ലേ ഡിവൈഎഫ്ഐയുടെ ഓഫീസുള്ള? നിങ്ങൾ ഈ സംസാരിക്കുന്നത് അവിടെ സംസാരിച്ചാൽ 10 പേർക്ക് ജോലി കിട്ടും. നിങ്ങൾ സംസാരിച്ചോ? പിന്നെ ഭരണഘടന നിങ്ങൾ പഠിപ്പിക്കാൻ വരണ്ട. എങ്ങനെ നിങ്ങളുടെ അസഹിഷ്ണുത രാഷ്ട്രീയ ഒരു ചോദ്യം കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് CPM-നോട് പറയുക, നിങ്ങളുടെ ഏക പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെക്കാതെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച CPM-കാരാണ് ഈ തമിഴ്നാട്ടിൽ ഫ്ലക്സ് അടിച്ചത്. അതിന് മറുപടി വരെ അപ്പൊ കോൺഗ്രസ് കുഴപ്പമില്ല.